നമസ്കാരം. നിങ്ങളുടെ ഓൺലൈൻ പേഴ്സണൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റായ റുപ്പിമങ്കാണ്. റുപ്പിമങ്ക് ഓൺലൈനായി മാത്രമല്ല ഓഫ്ലൈനായും നമ്മളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ പേഴ്സണൽ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്ന് അതുപോലെ ഒരു സുഹൃത്ത് എന്നെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെസിഫിക് കേസായിരുന്നു. അദ്ദേഹത്തിന് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പക്ഷേ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ഫോളിയോകൾ അയാളുടെ പേരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് അക്കൗണ്ടിന് ഇപ്പോൾ ടാറ്റയുടെ ഒരു എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടിൽ അയാൾക്ക് 10-20 ഫോളിയോസ് ഉണ്ട്. അതുപോലെയാണ് ബാക്കിയുള്ള ഫോളിയോകളുടെ എണ്ണം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഓരോ പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും പുതിയ ഡീറ്റെയിൽസ് കൊടുത്ത് അങ്ങ് ചെയ്യുകയായിരുന്നു. പക്ഷേ അതിന് പകരമായിട്ട് എല്ലാ ഫോളിയോയ്ക്കും ഒരു സ്പെസിഫിക് നമ്പർ ഉണ്ടാവും, ഒരു യുണീക്ക് നമ്പർ ഉണ്ടായിരിക്കും. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഈ 20 എണ്ണം ഒരുമിച്ച് ഒറ്റ ഫണ്ട് അല്ലെങ്കിൽ ഒറ്റ ഫോളിയോ ആയിട്ട് വന്നേനെ. പക്ഷേ ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 20 ഡിഫറെൻറ്റ് നമ്പറിലുള്ള അക്കൗണ്ടുകൾ പോലെ ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത് ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ എന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ചേഞ്ച് വരുത്തണം, അല്ലെ ഈ 20 എണ്ണത്തിലും ചേഞ്ച് വരുത്തണം. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അത് ഇപ്പോൾ നമ്മൾക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം, അത് മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത് അതിനെ ട്രാക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇത്രയധികം ഫോളിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഇന്ന് കൊടുത്തിട്ടുള്ളൊരു അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളൊരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് ഈ പല ഫോളിയോകളെയും കമ്പൈൻ ചെയ്ത് ഒറ്റ ഫോളിയോ ആക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ ഒരു വൈറ്റ് പേപ്പറിൽ ഒരു ലെറ്റർ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീനെ അഡ്രസ്സ് ചെയ്ത് എഴുതിയാൽ, എന്നിട്ട് അതിൽ ഏതൊക്കെ ഫോളിയോകൾ കമ്പൈൻ ചെയ്ത് ഏത് നമ്പറിലുള്ള ഫോളിയോ ആക്കി മാറ്റണം എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ഫോളിയോ ആയിട്ട് വരും. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 10 ഡിഫറെൻറ്റ് ഫോളിയോസ് ഉണ്ട്. അതിൽ ഈ 10ലും ആളുടെ പേര്, അതായത് ഞാൻ നിക്ഷേപകൻ്റെ പേര് അല്ലെങ്കിൽ നിക്ഷേപകരുടെ പേര്, ഒന്നിലധികം നിക്ഷേപകരാവാമല്ലോ അല്ലേ, അങ്ങനെ നിക്ഷേപകരുടെ പേര് എല്ലാത്തിലും കൃത്യമായിരിക്കണം. അതുപോലെ എല്ലാത്തിലും ഒന്നിൽ കൂടുതൽ നിക്ഷേപകരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ക്രമവും അതുപോലെ ആയിരിക്കണം. ഇപ്പോൾ ഒന്നാമത്തേതിൽ എ എന്ന് പറഞ്ഞ ആളും ബി എന്ന് പറഞ്ഞ ആൾ രണ്ടാമനും ആണെന്നുണ്ടെങ്കിൽ അടുത്തതിലും എ ഒന്നാമനും ബി രണ്ടാമനും ആയിരിക്കണം. അതാണ് ക്രമം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് എല്ലാത്തിലും സെയിം ആയിരിക്കണം. മറ്റൊന്ന് ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ, IFSC കോഡും നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും എല്ലാം സെയിം ആയിരിക്കണം. അതുപോലെ ഇതിൽ ടാക്സ് സ്റ്റേറ്റസ് നമ്മൾ കൊടുക്കുമല്ലേ, ഇൻഡിവിജ്വൽ, അൺഡിവൈഡഡ്, ഹിന്ദു ഫാമിലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടാക്സ് സ്റ്റേറ്റസ് കൊടുക്കില്ലേ, അത് എല്ലാത്തിലും സെയിം ആയിരിക്കണം. അതുപോലെ ഹോൾഡിംഗ് സ്റ്റേറ്റസ്, ജോയിൻ്റ് ആയിട്ടാണോ, ഐദർ ഓർ സർവൈവർ ആവണോ, സിംഗിൾ ആണോ, അങ്ങനെയുള്ളതെല്ലാം സെയിം ആയിരിക്കണം. അതുപോലെ നോമിനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാത്തിലും ഒരേ നോമിനി ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഇത് ഡിവിഡൻ്റ് ആണോ ഗ്രോത്ത് ആണോ എന്ന് നോക്കുന്നതിൽ ഡിവിഡൻ്റ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഡിവിഡൻ്റ് ഓപ്ഷൻ റീഇൻവെസ്റ്റ് ആണോ ഡിവിഡൻ്റ് പേ ഔട്ട് ആണോ എന്നുള്ളത് എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കണം. ഇങ്ങനെ ഈ 7 കാര്യങ്ങൾ ഒരേപോലെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് എൻ്റെ ഇന്ന ഫോളിയോകൾ കമ്പൈൻ ചെയ്ത് ഇന്ന ഫോളിയോ ആക്കി മാറ്റി തരണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഈ ഫോളിയോകളെല്ലാം ചെക്ക് ചെയ്ത് കമ്പൈൻ ചെയ്ത് ഒരു കൺസോളിഡേറ്റഡ് സിംഗിൾ ഫോളിയോ ആക്കി മാറ്റി നിങ്ങൾക്ക് അതിൻ്റെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാണാനായിട്ട് സാധിക്കും, മൊത്തം ഫോളിയോകളെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഒക്കെ എളുപ്പമുണ്ട്. പിന്നെ ഇത് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഉപദേശം കൂടെ കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ, ഇനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന ആ കൺസോളിഡേറ്റഡ് ഫോളിയോയുടെ നമ്പർ വീണ്ടും ഉപയോഗിക്കണം. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ 10-20 ഫോളിയോകൾ വരും അല്ലേ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ മനസ്സിലാക്കി ഒറ്റ ഫോളിയോ നമ്പറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു കമ്പനിക്ക് ഒരു ഫോളിയോ നമ്പർ, അങ്ങനെയാണ്. അതിപ്പോൾ അങ്ങനെ ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റുപ്പിമങ്കിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ RupeeMonkന്റെ തുടർന്നുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.